PR യുദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് കേവലം PR യുദ്ധമല്ല. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരുന്ന ദിവസങ്ങളിലും ആഴ്ചകളിലും നടക്കാൻ പോകുന്നതും ഒരു PR മഹായുദ്ധമാണ് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. അത് ഭരണപക്ഷത്തുനിന്നുണ്ടാവും, അത് പ്രതിപക്ഷത്തുനിന്നുണ്ടാവും. അത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, പ്രശാന്ത് കിഷോർ EPW എഴുതിയൊരു ആർട്ടിക്കിളിൽ 2014 തിരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചത് 2019 തിരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചത് അത് വാട്സപ്പ് ഇലക്ഷൻ ആയിരുന്നു എന്നാണ്. പിന്നീട് 2024 ആയപ്പോഴേക്കും ആ വാട്സപ്പ് എന്നതിൽ നിന്ന് മാറി അത് കുറച്ചുകൂടി പ്രൊഫഷണലായ PR വർക്കായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. പലതരം ഏജൻസികൾ പലതരം സ്ട്രാറ്റജികൾ മെനഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കാൻ വരുന്നു. പണ്ട് BJPക്ക് ഗുണമായിട്ട് നിന്നവർ പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നതും ഐപാക്കിനെ സഹായിക്കുന്നതും കണ്ടു. തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം നിന്നവർ പിന്നീട് JDUവിനോടൊപ്പം വരുന്നത് കണ്ടു. അവിടെ നിന്ന് പിന്നീട് അവർ സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിക്കുന്നത് കണ്ടു. പ്രശാന്ത് കിഷോറിനോടൊപ്പം ഉണ്ടായിരുന്നവർ പിന്നീട് ഐപാക്കിൽ നിന്ന് സുനിൽ കനഗോലു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒപ്പം ചേരുന്നത് കണ്ടു. അങ്ങനെ വിവിധ PR ഏജൻസികൾ വലിയ തുക ഈടാക്കി PR ഏജൻസികൾ രാഷ്ട്രീയത്തിൻ്റെ തന്ത്രങ്ങൾ മെനയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ 3 കാര്യങ്ങൾ പ്രധാനമായും പറയാം. ഒന്ന്, എങ്ങനെയാണ് ഈ PR ഏജൻസികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. 2, ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദേശം അയക്കുന്നതിൽ നിയമവിരുദ്ധതയുണ്ടോ. 3ാമത്തെ കാര്യം, ആരോഗ്യമേഖലയെ ചുറ്റിപ്പറ്റി ഇപ്പോൾ നടത്തുന്ന വലിയ പ്രചരണത്തിന് പിന്നിലെ വാസ്തവം എന്താണ്. ഈ 3 കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയത്തുള്ളിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, ഈ പ്രചരണത്തിനൊരു രീതിയുണ്ട് മാധു. സുനിൽ നേരത്തെ പറഞ്ഞതുപോലെ സുനിൽ കനഗോലു പറയുന്നത് യുക്തിയല്ല, പകരം നിങ്ങൾ വികാരത്തെയാണ് ഇളക്കേണ്ടത് എന്നുള്ളതാണ്. യുക്തി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചില പാർട്ടികൾ തോറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. യുക്തിയുടെ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ വന്ന വികസനത്തെക്കുറിച്ച്, നിങ്ങളുടെ വീട്ടിൽ വന്ന വരുമാനത്തിൻ്റെ വർധനവിനെക്കുറിച്ച്, നിങ്ങളുടെ കുട്ടികൾ മികച്ച സ്കൂളിൽ പഠിക്കുന്നതിനെക്കുറിച്ച്, നിങ്ങളുടെ ചെറുപ്പക്കാർ മികച്ച ഗവേഷണ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുകയും മികച്ച സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനെക്കുറിച്ച്, നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യ വിമുക്തമായതിനെക്കുറിച്ച്, വീട്ടുപടിക്കൽ സേവനങ്ങൾ എത്തുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. യുക്തിയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഒരു കാരണവശാലും യുക്തിയെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? പകരം വികാരത്തെ അഡ്രസ്സ് ചെയ്യണം. വികാരത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കുറുക്ക് വഴി എന്താണെന്നറിയാമോ? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏതെങ്കിലും ഒരു വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ചയിലെ ഒരു വൈകാരികമായൊരു രംഗത്തെ തൊടുക. പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ് കിട്ടാൻ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഉഷ ജോസഫിനെ പോലെ വേണുവിനെ പോലുള്ള ഇൻസിഡൻറ്റുകൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരുന്നത്. പക്ഷേ അതൊന്നും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? വികാരങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ കമ്പോളമാണ്. ആ വിശ്വാസത്തിൻ്റെ കമ്പോളമാണ് കേരളത്തിൽ പ്രതിപക്ഷം വലിയ ആയുധമാക്കി മാറ്റുന്നത്. നോക്കൂ, തന്ത്രപരമായി ഇപ്പോൾ തന്ത്രിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. തന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള യുദ്ധമാണ്. പോറ്റിയെ മുൻനിർത്തിക്കൊണ്ടുള്ള യുദ്ധം എന്താ അവസാനിപ്പിച്ചത്? കാര്യം യുക്തിപരമായി ചില കാര്യങ്ങൾ മറുപക്ഷം ചോദിച്ചു തുടങ്ങിയപ്പോൾ പാട്ട് തന്നെ പൊളിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇനി തന്ത്രിയെ മുൻനിർത്തിക്കൊണ്ട് ഹിന്ദു വികാരത്തെ ഉണർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രത്തിലേക്ക് മാറുന്നു. സാധാരണ രീതിയിൽ നമ്മൾ ഈ PR സ്ട്രാറ്റജികളെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. പ്രശാന്ത് കിഷോറിനെയും സുനിൽ കനഗോലുവിനെയും നോക്കിയാൽ പ്രധാനമായിട്ടും 3 ആക്സിസിലാണ് അവ പ്രവർത്തിക്കുന്നത്. അതിലൊന്ന്, ഈ ഗ്രാസ് റൂട്ട് എൻഗേജ്മെൻറ്റ് പരമാവധി ഉറപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റൂ. അല്ലാതെ എത്ര കള്ളക്കഥകൾ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല. നോക്കൂ, ഇവിടെ ഗ്രാസ് റൂട്ട് മാനേജ്മെന്റിൽ സാധാരണക്കാരനെ തൊടുന്ന രീതിയിൽ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏതാണെന്ന് മനസ്സിലായോ? ആശാവർക്കർമാരെ മുൻനിർത്തി. നോക്കൂ, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പിച്ച് ചെയ്തത് ഇന്നല്ല, പകരം ആശാവർക്കർമാരെ സമരത്തിന് മുന്നിൽ അണിനിരത്തിയത് ദാറ്റ് വാസ് എ സ്ട്രാറ്റജി. നോക്കൂ, നേരിട്ട് കോൺഗ്രസിൻ്റെ ആൾക്കാരല്ല അവിടെ ഉണ്ടായിരുന്നത്. SUCയുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് അതിന് നേതൃത്വം നൽകിയത്. പിന്നീട് മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അതിനോടൊപ്പം ചേരുന്നത് കണ്ടു. അതിനെ UDF ആണ് പിന്തുണച്ചത്, അതിനെ കോൺഗ്രസ് ആണ് ആദ്യം പിന്തുണച്ചത്. പിന്നീട് സുരേഷ് ഗോപിയൊക്കെ പന്തലിൽ വന്ന് പോകുന്നത് നമ്മൾ കണ്ടു. ഇന്നും നോക്കൂ, ആശാവർക്കർമാർ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രചരണത്തിനിറങ്ങിയത്? UDFന് വേണ്ടിയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങിയത്. ഇക്കുറിയും ഈ സർക്കാരിനെതിരെ പ്രചരണത്തിനിറങ്ങുമെന്ന് പറയുന്നു. ഇപ്പോൾ ഗ്രാസ് റൂട്ട് മാനേജ്മെന്റ്, ബാക്കി എന്താ ആൾക്കാരെ പിടിക്കാൻ പറ്റാത്ത? ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ പിടിക്കാൻ എന്താ കോൺഗ്രസിന് പറ്റാത്ത? തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതത്തെ നിശ്ചയിക്കുന്ന അടിസ്ഥാനപരമായ ഒരു തൊഴിൽ നിയമ ഭേദഗതി VBG റാംജി ബിൽ കേന്ദ്ര പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അങ്ങ് ജർമ്മനിയിൽ BMW സ്കൂട്ടർ ഓടിച്ച് കളിക്കുന്ന തിരക്കിലായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇന്നിപ്പോൾ CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഫോണിലാണ് കേരളത്തിൽ. കാരണം അവർക്കറിയാം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട നിയമ ഭേദഗതികൾ സമർപ്പിച്ചത് അന്ന് CPMും കൂടി ഭാഗമായിരുന്ന UPA സമരം പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ കോൺഗ്രസ് നടത്തിയിട്ടില്ല. അതേ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു സമരം, കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടൊരു സമരം കോൺഗ്രസ് നടത്തിയിട്ടുണ്ടോ? അത് ഗ്രാസ് റൂട്ട് എൻഗേജ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾ കർഷകരിലേക്കും പോകണം. കർഷകരിലേക്ക് പോകാൻ പറ്റുമോ? കോൺഗ്രസിന് 91 ഉദാരവൽക്കരണ നിയമം നടപ്പിലാക്കിയ മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്, ASEAN കരാറുമായി ബന്ധപ്പെട്ട ഉടമ്പടികൾ വെച്ച സർക്കാരിന് കേരളത്തിലെ കർഷകരുടെ കാര്യത്തിൽ, ഇന്ത്യയിലെ കർഷകരുടെ കാര്യത്തിൽ നേരിട്ടിറങ്ങാൻ പറ്റൂ? എന്നിട്ട്
എന്നിട്ടും കാർഷിക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി സമരം ചെയ്തു. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടാണ് കർഷകരെ സംഘടിപ്പിക്കാൻ പറ്റാത്തത്? അവർ ഓർഗനൈസ്ഡ് ആണ്, വെൽ ഓർഗനൈസ്ഡ് വിത്ത് ലെഫ്റ്റ് ആണ്. നിങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്തുകൊണ്ട് സംഘടിക്കാൻ പറ്റുന്നില്ല? അവരും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാസ് റൂട്ട് മാനേജ്മെന്റിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കണം. അതിന് കണ്ടെത്തിയ ഏറ്റവും മനോഹരമായ വഴിയാണ് ആശാവർക്കർമാർ എന്നുള്ളത്. അത് ഏറെക്കുറെ ഉണ്ട്. പക്ഷേ നോക്കൂ, ഇടത് സംഘടനയേക്കാൾ ഏറ്റവും കൂടുതൽ മാധ്യമ ഫോക്കസ് കിട്ടിയത് ആ സമരത്തിനാണ്. അപ്പോൾ ഗ്രാസ് റൂട്ട് മാനേജ്മെന്റ് എന്നുള്ളത് അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു വഴിയാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തത് പ്രൊഫഷണലൈസേഷൻ നടപ്പിലാക്കുക. ഇപ്പോൾ ലക്ഷ്യയിൽ കനകോലുവിൻ്റെ മുഴുവൻ റിപ്പോർട്ടും ഞാൻ വായിച്ചു. എങ്ങനെയാണ് ലക്ഷ്യയിൽ കനകോലു ആ പ്രസന്റേഷൻ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള വേരിയബിളുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വളരെ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് യഥാർത്ഥത്തിൽ ഇവരെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബൂത്ത് തലം മുതൽ ചില മണ്ഡലങ്ങളിൽ എടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ഡൊമിനേഷൻ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ എങ്ങനെയാണ് വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് 2010 തദ്ദേശ തിരഞ്ഞെടുപ്പ് മുതലുള്ള ഡാറ്റ ഇവരുടെ കയ്യിലുണ്ട്, കനകോലുവിൻ്റെ കയ്യിലുണ്ട്. അത്രയും ഡാറ്റ ഡ്രിവണായി ഡാറ്റ ഏറ്റവും കൂടുതലുള്ളവർ ഡാറ്റ കോറിലേറ്റ് ചെയ്യും. 2010 ഇലക്ഷനും 2011 നിയമസഭാ ഇലക്ഷനും, 2015 തദ്ദേശ ഇലക്ഷനും 2016 നിയമസഭാ ഇലക്ഷനും, 2020 തദ്ദേശ ഇലക്ഷനും 2021 നിയമസഭാ ഇലക്ഷനും, ഇത് തമ്മിലുള്ള കോറിലേഷനും വേരിയേഷനും വെച്ച് ഓരോ മണ്ഡലത്തിലെയും ഭൂരിപക്ഷം കൂടുതലുള്ള ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വോട്ട് കൂടിയിട്ടുണ്ടോ, അവിടെ LDFന് വോട്ട് കൂടിയിട്ടുണ്ടോ, എന്നിട്ടാണ് അവർ നിരീക്ഷണത്തിലെത്തിയത്. ക്രൈസ്തവ മേഖലകളിൽ വലിയ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ UDFന് പറ്റിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്നൊരു സ്ട്രാറ്റജി ഉണ്ടാക്കും. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തണം. വളരെ പെട്ടെന്ന് സീറോ മലബാർ സഭയിലേക്ക് പ്രതിപക്ഷ നേതാവ് പോയത്, സിനഡിലേക്ക് പോയത് നമ്മൾ കണ്ടതല്ലേ. JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ച പെട്ടെന്ന് ഉയർന്നു വന്നത് നമ്മൾ കണ്ടതല്ലേ. കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം പോകുന്നു എന്ന വ്യാഖ്യാനം വന്നത് കണ്ടതല്ലേ. ഈ കനകോലു റിപ്പോർട്ടിന് ശേഷമാണ്, ചുമ്മാതല്ല. അപ്പോൾ സോണിയാഗാന്ധിയുമായി ചർച്ച ഡൽഹിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇതെല്ലാം വരുന്നത് എങ്ങനെയാണ്? കനകോലു റിപ്പോർട്ട് വരുന്നതിന് ശേഷം സ്ട്രാറ്റജികൾ രൂപീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നറേറ്റീവ് ബിൽഡിംഗ്. പ്രതിപക്ഷ നേതാവ് തന്നെ വാക്ക് അറിയാതെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ നറേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ PR ടേം. അതൊരു PR ടേമാണ്, അതൊരു പൊളിറ്റിക്കൽ ടേം അല്ല. കാര്യം ഒരു നറേറ്റീവിനെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് PRന്റെ ജോലി. വാൾട്ടർ ലിപ്മാനെ പോലെയുള്ള വലിയ പ്രൊഫഷണലിസ്റ്റുകൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ആഖ്യാനം സൃഷ്ടിച്ചെടുത്ത് പബ്ലിക് ഒപ്പീനിയനെ സ്വാധീനിക്കുന്നതാണ് ജനാധിപത്യത്തിലെ കല. യഥാർത്ഥ യുദ്ധത്തിന് സമാന്തരമായി ഇത്തരത്തിൽ അപ്പോൾ ആ നറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു പ്രതീതി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ആഖ്യാനം ഉണ്ടാക്കലാണ് നറേറ്റീവ്. ഇവിടെ എന്താ നറേറ്റീവ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ സർക്കാരിനെ പിടിക്കാനുള്ള നറേറ്റീവ് എന്താ? ഈ സർക്കാരിനെ തോപ്പിക്കാനുള്ള നറേറ്റീവ് എന്താ? ഭരണം മോശമാണ് എന്ന് വരുത്തി തീർക്കണം. പക്ഷേ അടിസ്ഥാനമായി നിങ്ങൾ ഏതെങ്കിലും വകുപ്പ് എടുത്തു നോക്കൂ. ഏതെങ്കിലും ഒരു വകുപ്പ്, നമുക്ക് ശരിയാണ് വനം വന്യജീവി വകുപ്പ്, അതല്ലെങ്കിൽ ചില സമയങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ചില വിഷയങ്ങൾ നമ്മൾക്ക് കണ്ടിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏതെങ്കിലും വകുപ്പിനെ കുറിച്ച് വ്യാപകമായ രീതിയിലുള്ള പരാതി നിങ്ങൾ കണ്ടിട്ടില്ല. അവിടെ അപ്പോൾ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഗവേണൻസിനെതിരെ ഒരു വകുപ്പിനെ ഫോക്കസ് ചെയ്യണം. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ആരോഗ്യ വകുപ്പ്. ആഭ്യന്തര വകുപ്പിന് നോക്കൂ, അത് ആ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സൃഷ്ടിക്കുന്നതാണ്. അത് നമ്മളടക്കം പറഞ്ഞു, അത് നറേറ്റീവ് അല്ല, ദാറ്റ്സ് എ റിയാലിറ്റി. പക്ഷേ നറേറ്റീവായിട്ട് കൊണ്ടുവന്ന എവിടെ? അതവർ വിട്ടു. അതുകൊണ്ട് ഇത് രണ്ടും പിടിച്ചില്ല. ഇപ്പൊ നോക്കൂ, പോലീസ് അല്ലല്ലോ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്, വനവന്യജീവി വിഷയമല്ലല്ലോ മുന്നോട്ട് വയ്ക്കുന്നത്. ആഖ്യാനം എവിടെയാ പോയി നിൽക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള. കുമാർ പറഞ്ഞത് അങ്ങനെ വകുപ്പുകൾ എടുത്ത് പറയാൻ കഴിയില്ല എന്നാണ്. അല്ല, ആ വകുപ്പുകൾ നോക്കൂ, വകുപ്പുകളിൽ ആഭ്യന്തര വകുപ്പ്, വനവന്യജീവി വകുപ്പ്, ചില വകുപ്പുകളെ നോക്കിക്കഴിഞ്ഞാൽ അത് പൊതു അസംതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്ന ചില വകുപ്പുകളുണ്ട്. പക്ഷെ ബാക്കിയുള്ള വകുപ്പുകളെ നോക്കൂ, ഏതെങ്കിലും ഒരു വകുപ്പ് മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം നിലവിലുണ്ടോ? നിലവിൽ ഒരു വകുപ്പ് മന്ത്രിക്കെതിരെ, ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ പറ്റിയോ? ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ പിന്നെ ഒരു ആഖ്യാനം വേണം. എന്താ ആഖ്യാനം? അപ്പോൾ മറ്റൊരു നെഗറ്റീവാണ്, വിശ്വാസത്തെ സംരക്ഷിക്കാത്ത സർക്കാർ, സ്വർണ്ണക്കൊള്ള നടത്തുന്ന സർക്കാർ. ആക്ച്വലി സ്വർണ്ണക്കൊള്ള നടത്തിയത് സർക്കാരാണോ? ദേവസ്വം ബോർഡിനകത്ത് ഇടപെടുന്നതിന് സർക്കാരിന് പരിമിതിയില്ലേ? ദേവസ്വം ബോർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരു ഓട്ടോണമസ് ബോഡിയായിട്ട് പ്രവർത്തിക്കുകയല്ലേ? 2017 കൊടിമരത്തിൻ്റെ കാര്യത്തിലും സ്വർണ്ണക്കൊള്ള നടന്നിട്ടില്ലേ? അന്ന് UDFന്റെ ദേവസ്വം ബോർഡല്ലേ? പാത്രക്കൊള്ള നടന്നത് UDFന്റെ കാലത്തല്ലേ? അപ്പോൾ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി വ്യാജമായ ചില നറേറ്റീവ് നിർമ്മാണം നടത്തുക എന്നതാണ് PRന്റെ പണി. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പക്ഷേ സർക്കാരും ചെയ്യും. സ്വാഭാവികമായും സർക്കാർ എന്താ ചെയ്യുന്നത്? 90% മാധ്യമങ്ങളും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാത്തത് കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കണം എന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. നമ്മൾ തന്നെ ലൈവായിട്ട് കൊടുത്തു. പിണറായി മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം നോക്കൂ. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക മാധ്യമത്തിന് ഉത്തരവാദിത്വമാണോ എന്ന് ചോദിച്ചാൽ അതും എത്തിക്കണം. പക്ഷേ നോക്കൂ, നല്ലൊരു റോഡ്
റോഡ് നിർമ്മിച്ചു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു റോഡ് മോശമായി എന്ന് പറയുന്നിടത്താണ് മാധ്യമ പ്രവർത്തനം ഉണ്ടാകുന്നത്. കാരണം നല്ല റോഡുകൾ നിർമ്മിക്കുന്നത് ഗവൺമെന്റിന്റെ ജോലിയാണ്. ആ നല്ല റോഡിനെ കുറിച്ച് പറയുന്നത് ബീഹാറാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാവും ആ റോഡ് നല്ലതായിട്ടുണ്ട്, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുന്നു. പക്ഷേ ഒഴിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ തകർന്നുപോയ റോഡിനെ കുറിച്ച് കൂടി നമ്മൾ പറയുക എന്നതാണ്. ഇനി ഞാൻ ബാക്കി രണ്ട് കാര്യങ്ങളിലേക്ക് കൂടി വരാം. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ പ്രചരണത്തിന്റെ ഒരു സ്വഭാവം, അതിന്റെ ശാസ്ത്രീയത എന്ന് പറയുന്നത്. ഒരു കണക്ക് കൂടി ഞാൻ പറയാം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വേണ്ടി മാത്രം ഈ PR ഏജൻസികൾക്ക് വേണ്ടി മാത്രം 2008 കോടി രൂപ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് പാർട്ടിയാണ്, മറ്റൊരു പാർട്ടി BJP ആണ് എന്നുള്ളതാണ്. ഇത്തരം PR ഏജൻസികൾ, അത് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ്, പിന്നെ DMK, അത് കഴിഞ്ഞാൽ ബിജു ജനതാദൾ, ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. PR ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ്. BJP കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ അവരുടെ മൊത്തം വരുമാനത്തിന്റെ 44% ഉപയോഗിച്ചിരിക്കുന്നത് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. 1499 കോടി. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് 620 കോടി, 18%. ഇതാണ് കണക്ക് നമ്മുടെ മുന്നിലുള്ളത്. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡാറ്റ ചോർത്തിയോ എന്നുള്ളതാണ്. ഇന്ന് NGO അസോസിയേഷൻ നേതാവിന്റെ പ്രസ്താവന കണ്ടു. സ്പ്രിംഗ്ലറിലെ ഡാറ്റ ചോർത്തിയതിന് സമാനമായ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡാറ്റ ചോർത്തിയിരിക്കുന്നത്. ഞാനൊരു ഉത്തരവ് വായിക്കാം. കോവിഡ് കാലത്ത് തിരിച്ചറിയുന്നതിന് മാത്രമാണ് സർക്കാർ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത്. നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായെങ്കിലും മഹാമാരിയുടെ അസാധാരണ സാഹചര്യത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടിയായി മാത്രമേ ഇതിനെ കാണാനാവൂ. അതിനാൽ സർക്കാർ നടപടി ന്യായീകരിക്കത്തക്കതാണെന്ന് ഈ ഹൈക്കോടതിക്ക് ബോധ്യമാകുന്നു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം അന്ന് ഉയർത്തിയ എല്ലാ പ്രധാനപ്പെട്ട ആരോപണങ്ങളും എടുത്ത് കാട്ടിക്കളഞ്ഞു. ഇന്ന് സ്പ്രിംഗ്ലർ വിവാദമില്ല. കോടതി പറഞ്ഞത് സർക്കാർ അത് കോവിഡ് കാലത്ത് നടത്തിയ ഒരു പ്രവർത്തനമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. എന്നിട്ടും ഇപ്പോൾ പ്രതിപക്ഷത്തിലെ സർവീസ് സംഘടന സ്പ്രിംഗ്ലർ എടുത്തോണ്ട് വന്നത് എന്തിനാ മാധു? ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ? ഹൈക്കോടതി ആ സ്പ്രിംഗ്ലർ വിഷയത്തിൽ സർക്കാരിനെ സംശയിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറഞ്ഞു. അതൊരു പോയിന്റ്. രണ്ടാമത്, ആരാണ് യഥാർത്ഥത്തിൽ ഈ സന്ദേശം അയച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണല്ലോ. ശരി, എനിക്ക് വന്നു. വളരെ അത്ഭുതകരമായ കാര്യം, ഞാൻ സർക്കാർ ജീവനക്കാരനായിരുന്നല്ലോ മധു. 18 വർഷം ഞാൻ ഗസറ്റഡ് ഓഫീസറായിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവരും കൗതുകകരമായ ഒരു കാര്യം TV പ്രസാദ് റിപ്പോർട്ട് ചെയ്തു. എന്താണെന്നറിയാമോ? ഊട്ടിപ്പോയ സംരംഭങ്ങളുടെ ഉടമസ്ഥർക്കും ഈ ഉണ്ട്. ഞാനത് പറയാം. എനിക്ക് വന്നേക്കുന്ന മെസ്സേജ് ഇതാണ്. പ്രിയപ്പെട്ട അരുൺകുമാർ, നമസ്കാരം. കഴിഞ്ഞ ബജറ്റിൽ നൽകിയ പ്രധാന വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുകയാണ്. ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ അനുവദിച്ച 3% പുറമെ ബാക്കിയുള്ള 10% DA കൂടി അനുവദിച്ച് ഉത്തരവിറങ്ങിയിരിക്കുന്നു. ഇതോടെ ആകെ DA 35% വർദ്ധിപ്പിച്ചു. 3% DA ഏപ്രിൽ 1 ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ഇപ്പോൾ വർദ്ധിപ്പിച്ച 10% DA എത്തും. സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ അഡ്വാൻസ് HBA പുനഃസ്ഥാപിച്ച കാര്യവും അറിഞ്ഞിരിക്കുമല്ലോ. ജീവനക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഈ സർക്കാർ എന്നും ഒപ്പമുണ്ട്. വരും നാളുകളിലും ഈ കരുതൽ തുടരും. ഉറപ്പാണ് വാക്ക്. സ്നേഹത്തോടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി. ഇത് ആർക്കാ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രി ആരാ? ഒരു സ്റ്റേറ്റിന്റെ ഭരണത്തിന്റെ ചുമതലയുള്ള റിയൽ എക്സിക്യൂട്ടീവ് ആണ്, അഥവാ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. മുഖ്യമന്ത്രിയുടെ താഴിലാണ് പൊതുഭരണ വകുപ്പ് ഉള്ളത്. പൊതുഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിലും മറ്റു വകുപ്പുകളിലാണെങ്കിലും അധ്യാപകർ ആണെങ്കിലും സർക്കാർ ജീവനക്കാരും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട DA വർധനം ഉണ്ടായി എന്ന വിവരം അറിയിക്കുന്നതിൽ എവിടെയാണ് നിയമപരമായ പിശക്? നമ്പർ 1. നമ്പർ 2, ഇതെങ്ങനെ സാധാരണ സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു പത്രക്കുറിപ്പ് അറിയിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാർ അത് മാറ്റി. പകരം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ സർക്കാരിൻ്റെ 10% DA, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കമ്പനിയുടെ MD നമുക്ക് ശമ്പള വർധനം ഉണ്ടാകും എന്നുള്ളത് വിവരം HR നമ്മളെ മെയിലിലൂടെ അറിയിക്കും, HR നമ്മളെ വാട്സപ്പിലൂടെയും അറിയിക്കും. ഈ വാട്സപ്പിലൂടെ സംസ്ഥാനത്തിൻ്റെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ, പൊളിറ്റിക്കൽ ഹെഡായ, റിയൽ ഹെഡായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ജീവനക്കാർക്ക് 10% DA വർദ്ധിപ്പിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുമ്പോൾ അതിന് നിയമവിരുദ്ധമെന്നും ഡാറ്റ ബ്രീച്ച് എന്നും പറയണമെങ്കിൽ അസാമാന്യമായി തൊലിക്കെട്ടി വേണം. ഇനി നേരത്തെ സംരംഭകരുടെ കാര്യം പറഞ്ഞു. സംരംഭകർ ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്തതിൽ നിന്നാണ്. ആരുടെ വീട്ടിൽ പോയി ഏതെങ്കിലും നമ്പർ മോഷ്ടിച്ച് പാർട്ടിക്ക് കൊടുക്കുകയല്ല ചെയ്തത്. വിവാദമാകുമായിരുന്നു. എപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഡാറ്റ എടുത്ത് ഒരു പാർട്ടിക്ക് കൊടുത്ത് ആ പാർട്ടി ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ CPI വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതങ്ങനെയല്ല. നിങ്ങൾക്ക് 10% DA ഇതാ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പേഴ്സണൽ മെസ്സേജ് അയക്കുകയാണ്. അവിടെയാണ് P. രാജീവ് ചോദിച്ച ചോദ്യം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിരന്തരം മെസ്സേജ് വരും, ആർക്കും വിഷമവും പരാതിയില്ല. ഇവിടെ എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് മാത്രമല്ല, ഇത് കുറച്ച് കഴിഞ്ഞാൽ ഓഡിയോ ആയിട്ട് വരും. ഇതൊരു പ്രചരണത്തിൻ്റെ രീതിയായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ്. കോൺഗ്രസും ഉപയോഗിക്കാറുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. മാത്രമല്ല ഇത് ഞാനൊന്ന് അക്കൗണ്ട് വെരിഫൈ ചെയ്ത് നോക്കി, ഇത് CMO ഓഫീസിൽ നിന്ന് തന്നെ ഉള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. itmission.kerala.gov.in admin.ksitm@kerala.gov.in എന്ന സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെറ്റ അക്കൗണ്ടിൽ നിന്നാണ് ഈ വാട്സപ്പ് സന്ദേശം വരുന്നത്. അതുകൊണ്ട് ഇത് സ്വകാര്യതയുടെ ബ്രീച്ചാണ് എന്ന വാദം നിൽക്കില്ല. ഇതാണ് എൻ്റെ ഒരു വാദം.
രണ്ടാമത്തത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ ആഖ്യാനം നടക്കുകയാണ്. ആ ആഖ്യാനത്തിന്റെ പൊരുൾ എന്താ യഥാർത്ഥത്തിൽ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നിപ്പോൾ ഒരു പത്രം എഴുതിയിരിക്കുന്നത് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളെ സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഈ ആരോഗ്യ മേഖല ആകെ ആടിയുലയുകയാണ് സർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ആരോഗ്യ മേഖലയാണ് അത്? നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഏഷ്യാനെറ്റും മനോരമയും നമ്മൾ അടക്കമുള്ള എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്ത ഒരു കണക്കുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയത് 47 വീഴ്ചകളിലാണ്. 47 എന്നാണ് കണക്ക്. 47 അതിൽ 47 വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. 5 വർഷം കൊണ്ടാണ്, ഓർമ്മിക്കണം. മൊത്തം കണക്ക് ഞാനൊന്ന് എടുത്തു നോക്കി. മൊത്തം നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലുമായിട്ട് നടന്ന വീഴ്ചകളിൽ 92%, 92.34% സംഭവിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? സ്വകാര്യ മേഖലയിലാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് സ്വകാര്യ മേഖലയിലാണ്. ഒരു പത്രവും അച്ചടിത്തില്ല, ഒരു സോഷ്യൽ മീഡിയയും അതിനെക്കുറിച്ച് സംസാരിക്കില്ല. സർക്കാർ മേഖലയിൽ എത്ര വീഴ്ച എന്നറിയാമോ? 7.36%. അമേരിക്കയിൽ പോലും തന്നെ 20-22% വീഴ്ച സംഭവിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും 7.36%. അത് കുറയ്ക്കണം, അത് വേണമെന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. പക്ഷേ 92% വീഴ്ച വരുത്തുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് ജാമ്യം കൊടുക്കുകയും 7% വീഴ്ച വരുത്തുന്ന സർക്കാർ ആശുപത്രികൾ തകർന്നെന്നും വെന്റിലേറ്ററിലായെന്നും ആടിയുലയുകയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ വളരെ വ്യക്തമായ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അത് കണക്ട് ചെയ്ത് വായിക്കുമ്പോഴാണ് KKR, ബ്ലാക്ക്സ്റ്റോൺ എന്ന കമ്പനികളെ കുറിച്ച് നമ്മൾ പറയുക. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഏറ്റെടുത്തിരിക്കുന്നത് KKR എന്ന് പറയുന്ന ഗ്ലോബൽ ഇക്വിറ്റി ഫേമാണ്. മൈത്രേയ എന്ന് പറയുന്ന ആശുപത്രി ഏറ്റെടുത്തിരിക്കുന്നത് KKR എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ്. ഒപ്പം ബ്ലാക്ക്സ്റ്റോൺ ഏറ്റെടുത്തിരിക്കുന്നത് പല ആശുപത്രികളും, കിംസ് അടക്കമുള്ള ആശുപത്രികൾ, ആസ്റ്റർ മെഡിസിറ്റി, ഇവിടെയൊക്കെ വിദേശ നിക്ഷേപമുണ്ട്. മൊത്തം സ്വകാര്യ ആശുപത്രികളിലേക്ക് വന്ന നിക്ഷേപം 7000 കോടിയാണ്. ഇത് എവിടെ നിന്ന് കിട്ടും? ഒരു കണക്ക് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ 5 വർഷം കൊണ്ട്, ഞാൻ ഈ കണക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിൽ പൂട്ടിപ്പോയ സ്വകാര്യ ആശുപത്രികളുടെ എണ്ണം അറിയാമോ? ചെറുകിട സ്വകാര്യ ആശുപത്രികൾ 1750 സ്വകാര്യ ആശുപത്രികൾ പൂട്ടിയതിന്റെ കാരണം എന്താണെന്നറിയാമോ മാധു? ഇവിടെയുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറുകയും ഈ സ്വകാര്യ ആശുപത്രികളിൽ പോയിരുന്ന ആളുകൾ എവിടേക്ക് പോകാൻ തുടങ്ങി? അവർ ഈ സർക്കാർ കുടുംബാരോഗ്യ ആശുപത്രിയിൽ പോകാൻ തുടങ്ങി. പ്രചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പറയുന്ന നവീകരിക്കപ്പെട്ട ആശുപത്രികളുടെ വലിയ പട്ടിക ഇടത് ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് അത് അടിസ്ഥാനപരമായ വസ്തുതയുമാണ്. പക്ഷെ ഒരൊറ്റ കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അന്താരാഷ്ട്ര കുത്തകകൾ മുഴുവനും സംസ്ഥാനത്തേക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റുമായി വരുന്നതിന്റെ അടിസ്ഥാന ഡാറ്റ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് അത് കേരളത്തിനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു രാജ്യത്തിന്റെ വിപണി സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ താല്പര്യം സ്വാഭാവികമായും കേരളത്തിലേക്ക് വരും. ഇനി ആ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എങ്ങനെ വന്നെന്നറിയാമോ? നമ്മൾ ശീലിച്ചെടുത്ത നമ്മളുടെ ആരോഗ്യശീലം കൊണ്ട്. നമ്മളുടെ കുഞ്ഞിനൊരു ചുമ വന്നാൽ നമ്മൾ വളരെ പെട്ടെന്ന് ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കാൻ പോകും. ഉത്തർപ്രദേശിലാണെങ്കിൽ എന്താ അവസ്ഥ? അവിടെ പീഡിയാട്രിഷ്യനെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് വണ്ടി എടുത്ത് 40-50 കിലോമീറ്റർ പോകേണ്ടി വരും. 1.5 കിലോമീറ്റർ ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പോയ ഒരു ഡോക്ടറെ കാണാം. ഉത്തർപ്രദേശിൽ അങ്ങനല്ല. അതാണ് അവസ്ഥ. ഔട്ട് ഓഫ് പോക്കറ്റ് അല്ലല്ല, ആ കണക്കാണ് പറയാൻ പറ്റുന്നത്. UDFന്റെ കാലത്ത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാമോ? ഞാൻ ആ കണക്ക് കൂടി എടുത്തിട്ടുണ്ട്. രണ്ട് കണക്കുണ്ട്. ഗ്രാമത്തിലുള്ള ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 17,054 രൂപയാണ്. 17,054 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. LDFന്റെ കാലത്ത് കഴിഞ്ഞ 5 വർഷം 10,929 എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിൽ 7,000 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. നഗരങ്ങളിൽ 23,150 കാരണം അടിസ്ഥാനപരമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു കണക്കാണ്, രാഷ്ട്രീയമല്ല എന്നതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞത് അതാണ്. അപ്പൊ ആ ഔട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞു. ശരിയാണ്, അത് വസ്തുതയല്ലേ? അപ്പൊ അത് വസ്തുതയാകുമ്പോ എങ്ങനെയാ ആരോഗ്യരംഗം ആടിയുലഞ്ഞു എന്ന് പറയുക? അല്ല, ഞാനതിന് ന്യായം പറഞ്ഞില്ല. ഒരിക്കലും അത് പറയില്ലെന്ന് എനിക്കറിയാം. മാധു വസ്തുതാപരമായിട്ട് മാത്രമേ സംസാരിക്കൂ. മാധു ആരോഗ്യ വകുപ്പിനെ തള്ളി പറയില്ല എന്നെനിക്ക് ഉറപ്പാണ്. Meet the editors.